നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഷൈൻ ടോം ചാക്കോയെ വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും പിന്നീട് അവിടെ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇത്തവണ വളരെ കർശനമായ നിലപാട് പോലീസ് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസിന്റെ നീക്കം എത്ര കണ്ട് കാര്യക്ഷമമാകും? സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഇടപാടുകൾക്ക് ഒരു അവസാനം കുറിക്കാൻ കേരള പോലീസിന് കഴിയുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ അറസ്റ്റിനോടൊപ്പം ഉയരുകയാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യം എന്നോടൊപ്പം ഡാനി പോൾ ചേരുന്നു. ഡാനി പോൾ, ഇപ്പോൾ വൈദ്യപരിശോധനയുടെ സാഹചര്യം എന്താണ്? എപ്പോഴൊക്കെ ഷൈൻ ടോം ചാക്കോയെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുപോകും? അവിടെ നിന്ന് എന്തൊക്കെ നിബന്ധനകളോടുകൂടിയായിരിക്കാം സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുന്നത്? മറ്റ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? മനു, ഏറ്റവും പുതുതായി വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. വൈദ്യപരിശോധന പൂർത്തിയായ ശേഷം ഇവിടെ നിന്ന് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള തിരക്കും ബഹളവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിലൂടെ ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആശുപത്രി വൃത്തങ്ങൾ തന്നെയാണ് അത് അറിയിക്കുന്നത്. പോലീസിന്റെ ഒരു സാന്നിധ്യം തുടരുന്നുണ്ട്. എങ്കിൽ കൂടി ഷൈൻ ടോം ചാക്കോ ഇവിടെ നിന്ന് വൈദ്യ പരിശോധനകൾക്ക് ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു. അതിന്റെ പിറകിലുള്ള മറ്റൊരു വഴിയിലൂടെ തന്നെ ഷൈൻ ടോം, അതായത് ഡാനി, മാധ്യമങ്ങളുടെ കണ്ണിൽ പെടാതെ ഷൈൻ ടോം ചാക്കോയെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഡാനി, മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഷൈൻ ടോം ചാക്കോയെ കടത്തിക്കൊണ്ടു മനു, അത് തന്നെയാണ്. മാധ്യമങ്ങളുടെ കണ്ണിൽ പെടാതെ ഇനി പെടണ്ട എന്നിട്ട് പോലീസ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിലൂടെ പോലീസെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ഈ അടക്കമുള്ള പോലീസുകാരിവിടെ ഡമ്മികളാക്കി നിർത്തുകയും അതോടൊപ്പം തന്നെ മറ്റു വഴിയിലൂടെ ഷൈനെ കൊണ്ടുപോയിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത. അത് പോലീസ് തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇവിടെ പോലീസിന് ചില സമയങ്ങളിൽ അത്തരം ചില സഹായകരമായ നടപടികളെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ കേസിലെ പ്രതികൾക്ക് ഉണ്ടാകാറുമുണ്ട്. അങ്ങനെ പലപ്പോഴും പോലീസ് അവരോടൊപ്പം സഹകരിച്ചും ചെയ്യാറുണ്ട്. സാധാരണക്കാർക്ക് ഈ രീതിയിൽ തന്നെ നിലനിർത്തുകയും ചെയ്തിട്ട് എല്ലാവരും ഇവിടെ നിൽക്കുന്നു. മറ്റൊരു വഴിയിലൂടെ സുരക്ഷിതമായിട്ട് ഷൈനെ കൊണ്ടുപോയിരിക്കുന്നു എന്നൊരു വിവരമാണ്. അത് ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ ആയിരിക്കാം എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഡാനി, ഇതിൽ ഒരു കാര്യം രണ്ട് പ്രധാന വകുപ്പുകളാണ് ഷൈൻ ടോം ചാക്കോവിനെതിരെ NDPS ആക്ട് പ്രകാരം ചുമത്തുന്നു എന്ന് ഡാനി തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. അത് ഒന്ന് സെക്ഷൻ 29A ആണ്. അതനുസരിച്ച് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുന്ന കൊക്കൈൻ, മോർഫൈൻ അതുപോലുള്ള നർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്ന ആൾക്ക് 1 വർഷം വരെ തടവും ഒപ്പം പിഴയും ഈടാക്കുന്ന ഒരു വകുപ്പാണ് ചുമത്തുന്നത്. മറ്റൊന്ന് സെക്ഷൻ 29 ആണ്. അത് ഇത്തരം ക്രിമിനൽ ഗൂഢാലോചനകൾക്ക് സഹായം നൽകുക, അതുപോലെ കുറ്റകൃത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പിന്തുണ നൽകുക തുടങ്ങിയ ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളാണ്. അപ്പോൾ സ്വാഭാവികമായും സെക്ഷൻ 116 മുൻ IPCയുടെ സെക്ഷൻ 116ൻ്റെ ഒരു ഘടകമായി വന്നിട്ടുള്ള ഒരു സുപ്രധാനമായ കുറ്റമാണ്. അപ്പോൾ രണ്ട് സുപ്രധാന വകുപ്പുകളാണ് ഷൈൻ ടോം ചാക്കോവിനെതിരെ ചുമത്തിയത് എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ പോലീസിൻ്റെ ഒരു നിലപാട് എന്താണ്? ഇതിൽ പ്രേക്ഷകരൊക്കെ വളരെ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം ഡാനി, ഇത് 2015 ഈ കൊക്കൈൻ കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അത് കേരളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ കൊക്കൈൻ കേസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അന്ന് ഷൈനടക്കം 5 പേർ പിടിയിലാവുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് വളരെ സുഗമമായി ഷൈൻ ഊരിപ്പോകുന്നു. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുൾപ്പെടെയുള്ള പരാമർശങ്ങൾ വരെ കോടതിയിൽ നിന്ന് വരികയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ കേസ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള വലിയ സമ്മർദ്ദം പോലീസിൻ്റെ മുകളിലുണ്ട് എന്ന് കരുതാനാകുമോ ഡാനി പോൾ? മനു, 1-2 കാര്യങ്ങൾ ഇവിടെ നിന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റൊരു വഴിയിലൂടെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അത് ഇനി പോലീസ് സ്റ്റേഷനിലെത്തിയോ എന്നതാണ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സാരാംശം എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് ഈ സെക്ഷൻ 27ഉം 29ഉം എല്ലാം തന്നെയും തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം, അതായത് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി, ഈ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, ലഹരി വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഗുരുതര
സ്വഭാവത്തിലേക്ക് വരികയുള്ളൂ. അങ്ങനെ ഒരു കോൺക്രീറ്റ് ആയ ഒരു തെളിവ് ശേഖരണത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഒരു ഭാഗത്ത് ബാക്കി നിൽക്കുന്നു. എങ്കിൽ കൂടിയും നടപടികൾ എടുത്തിരിക്കുന്നു മനു. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോയിരിക്കുന്നു. അല്പസമയത്തിനകം അവിടെ എത്തേണ്ടതാണ്. നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ടായെന്ന് തന്നെ കരുതുന്നു. അവൾ എത്തേണ്ടതാണ്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഇവിടുന്ന് വിടുതൽ കൊടുത്തോ എന്ന സംശയവും ഇപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യത്തിന്റെ ഒരു ആനുകൂല്യം കാര്യങ്ങളുമെല്ലാം. എന്തായാലും ഡാനിയിലേക്ക് ഞാൻ മടങ്ങി വരാം. അതിനു മുമ്പ് നമുക്ക് ആ കൃത്യ സ്ഥിരീകരണം കൂടി അവിടുന്ന് ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റേഷനിലേക്കാണോ ഷൈൻ ടോം ചാക്കോവിനെ കൊണ്ടുപോയിട്ടുള്ളത്, അതോ പോലീസ് ക്ലബ്ബ് പോലെ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറ്റിയോ അവിടെ നിന്ന് ജാമ്യ നടപടികൾ എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റിയോ എന്ന ചോദ്യമൊക്കെ അവിടെ ഉയരുകയാണ്. എന്നോടൊപ്പം നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകർ ചേർന്നിട്ടുണ്ട്. ഷിജു ചേർന്നിട്ടുണ്ട്, സുനിൽ കുമാർ ചേർന്നിട്ടുണ്ട്, ഷിജു കിരിയത്തുണ്ട്. ലഹരിക്കടിമയായ അഹങ്കാരിയായ നടനെന്നൊക്കെ ചില പരാമർശങ്ങൾ സുനിൽ കുമാർ നടത്തുന്നുണ്ട്. ഫിലിം ഇൻഡസ്ട്രിക്ക് ശാപമാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സുബീഷ് വേണുഗോപാൽ എവിടെ നിന്ന് വിളിക്കുന്നു? സർ, ഞാൻ നെന്മാറയിൽ നിന്ന് വിളിക്കുന്നത്. നെന്മാറ, പാലക്കാട് ജില്ല. സുബീഷിന് എന്ത് തോന്നുന്നു? ഈ ചലച്ചിത്ര രംഗവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാണോ സുബീഷ്? ഈ മയക്കുമരുന്നൊക്കെ അവിടെ എത്ര കണ്ട് സുലഭമാണ്? എന്താണ് സുബീഷിന് തോന്നുന്നത്? സർ, ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല. ഞങ്ങളുടെ നെന്മാറ, കൊല്ലങ്കോട് ഭാഗങ്ങളിലും എപ്പോഴും സിനിമയുടെ ചിത്രീകരണങ്ങൾ നടക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുള്ള ആളാണ്, വ്യക്തിയാണ്. അപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട ആളാണ്. സിനിമ സെറ്റിൽ ഇങ്ങനെ മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടോ സുബീഷ്? ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം നമ്മളെ ബന്ധപ്പെട്ട് നമ്മുടെ ജോലി ചെയ്ത് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്തുകൊണ്ടായിരുന്നത്. വലിയ താരപദവിയുള്ള ആളുകളാണ് കൂടുതലും ഇതിലൊക്കെ പെടുന്നത്. മറ്റേത് പാവപ്പെട്ട ആളുകൾ ഒരു വശത്ത് മാറി അവരെ ഏൽപ്പിക്കുന്ന ജോലി അവർ ചെയ്ത് അങ്ങ് പോവുകയാണ് അല്ലേ? അല്ല സാർ, ഇപ്പൊ ഷൈൻ ടോം ചാക്കോ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞാല്, എനിക്ക് അസിസ്റ്റന്റുമാരാണ് സപ്ലൈ ചെയ്യുന്നതാണ്. ആ സപ്ലൈ ചെയിനാണ് നമ്മൾ മുറിക്കേണ്ടത്. എല്ലാ ബന്ധപ്പെട്ട അത് വളരെ കറക്റ്റാണ്. സുബീഷിന്റെ ആ ഒരു നിരീക്ഷണം വളരെ കറക്റ്റാണ്. കാരണം ഒരു കാര്യം വ്യക്തമാണ്, ഈ കൊക്കൈൻ ഉണ്ടാക്കുന്നത് ഷൈൻ ടോം ചാക്കോ അല്ല, അതുപോലെ എന്തെങ്കിലും ഇതുപോലെയുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന ഷൈൻ ടോം ചാക്കോ അല്ല. ഇത് എവിടുന്നോ ഉണ്ടാക്കി ഷൈൻ ടോം ചാക്കോയിലേക്ക് എത്തുകയാണ്. അത് സമ്പന്നരെ തേടി വരികയാണ്, കുട്ടികളെ തേടി വരികയാണ്, കുഞ്ഞു മക്കളെ തേടി വരികയാണ്. അപ്പോൾ ഇത് വരുന്നത് എവിടെ നിന്ന് എന്ന ചോദ്യം ഉയരുന്നു. പലപ്പോഴും ഇതിൻ്റെ കണ്ണികൾ അന്വേഷിച്ച് പോകുമ്പോൾ അന്തർ സംസ്ഥാന ബന്ധമുള്ള റാക്കറ്റുകൾ ഇതിന് പുറകിലുണ്ട്, വലിയ സാമ്പത്തിക ലാഭം ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇത് വെറും ഇത് ഉപയോഗിക്കുന്നവരെ മാത്രം പിടിച്ചതുകൊണ്ട് ഈ പ്രശ്നം തീരില്ല, വേരോടെ ഇത് അറുത്ത് കളയണം. അപ്പോൾ സിനിമാ സെറ്റുകളിൽ ഏതു തരത്തിലുള്ളൊരു നിയന്ത്രണം വേണമെന്നാണ് സുബീഷ് വേണുഗോപാൽ കരുതുന്നത്? സാർ, സംശയം തോന്നുന്ന എല്ലാവരെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും കൂടിയിട്ട് ലൊക്കേഷനുകളിൽ ചെന്ന് പരിശോധിച്ച് ആൾക്കാരെ കസ്റ്റഡിയിൽ എടുക്കണമെന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. യെസ്, വ്യക്തമാണ് സുബീഷിന്റെ ആ ഒരു പ്രതികരണം. ഏതായാലും നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഡാനി പോളിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. നോർത്ത് സ്റ്റേഷനിലേക്ക്, എറണാകുളം നോർത്ത് സ്റ്റേഷനിലേക്ക് ഷൈൻ ടോം ചാക്കോയെ എത്തിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നോർത്ത് സ്റ്റേഷനിൽ നമ്മുടെ പ്രതിനിധികളുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും സ്റ്റേഷൻ ജാമ്യം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വ്യക്തമാണ്. അതിൽ കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം പോലീസിന് മുന്നിലുണ്ട്. കോടതി വലിയ തോതിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് അന്ന് നടത്തുകയും ചെയ്തിരുന്നത്. അപ്പോൾ പോലീസ് കണ്ടെത്തിയ വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല. പ്രതികളെ പരിശോധിച്ചത് ഡ്യൂട്ടിയിലില്ലാത്ത ഗസ്റ്റഡ് ഉദ്യോഗസ്ഥരാണ്. വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് എല്ലാം തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ അന്ന് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ശ്രീ മോഹൻദാസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കിന്ന് ഈ പ്രതികരണം ഇങ്ങനെ അവിടെ നിന്നൊക്കെയുള്ള വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ലഹരി തടയാൻ, സിനിമയിൽ തടയാൻ ഇതൊരു സുവർണാവസരം എന്ന തരത്തിൽ പ്രയോഗിക്കുമോ പോലീസ്? ആദ്യമായിട്ട് ഡാനി പോളിനും നമ്മുടെ നവമിക്കും ഒരു അഭിനന്ദനം കൊടുക്കണം. വൃത്തിയായിട്ട് സാധനങ്ങൾ തരുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്ന് രണ്ട് പടങ്ങളിൽ ഡാനി പോൾ, നവമി നമ്മുടെ ന്യൂസ് 18ന്റെ മുൻനിര മാധ്യമ പ്രവർത്തകരാണ്. ഡാനി പോൾ പിന്നെ എത്രയോ വർഷങ്ങളായി മാധ്യമ രംഗത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. കൊച്ചിയിൽ വളരെ എത്രയോ ഒരു ചെറുപ്പക്കാരനായി തുടങ്ങിയതാണ് അദ്ദേഹം. പിന്നീട് ഒരു 2.5 പതിറ്റാണ്ടോളമായി. അപ്പോൾ സ്വാഭാവികമായും ഡാനി പോൾ അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു മുൻനിര മാധ്യമ പ്രവർത്തകനാണ്. നവമിയും അതുപോലെ ഒരു യുവത്വത്തിന്റെ തുടിപ്പുള്ള ആളാണ്. സ്വാഭാവികമായും ഈ വിഷയങ്ങൾക്ക് റിപ്പോർട്ടിങ് ഞാൻ കാണാറുണ്ട്. പിന്നെ ഞാൻ 1-2 സിനിമകളിൽ അഭിനയിച്ച് എനിക്ക് ആ ലൊക്കേഷന്റെ പരിചയമുള്ളത് കൊണ്ട് കൂടി പറയുന്നത്. ഒരു മിനിറ്റ് തരുമോ? ശ്രീ മോഹൻദാസ് സിനിമാ നടനും കൂടിയാണോ? കീബോർഡ് വായിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ ആന്റണി വർഗീസ്, മറ്റേ നമ്മുടെ തരികിട സാബു, അവരൊക്കെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു.
അത് ശരി. അത് പക്ഷേ എന്നുവരെ ഞാൻ അറിഞ്ഞു. ഞാൻ കീബോർഡ് വായിക്കുന്ന കിരണോട് പറഞ്ഞിട്ടുണ്ട്. കിരണോട് മാത്രം പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് തന്നെ അവിടെ അവരല്ല കേട്ടോ, അവരൊന്നുമല്ല, വേറൊരു വളർന്നു വരുന്ന ഒരു നടനൊന്നും പറയാൻ പറ്റില്ല. അത് ചില ഗുണ്ടകളൊക്കെ ആക്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പേര് പറഞ്ഞില്ല, എനിക്ക് നല്ലോണം അറിയാം. അയാള് അവിടുത്തെ പെരുമാറ്റം എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയിരിക്കുന്നത്. എന്തോ കൺസ്യൂം ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. പിന്നീട് പേപ്പറിൽ അയാൾ അറസ്റ്റ് ചെയ്തായിട്ട് വേറെ കണ്ടു. അത് ഈ കാര്യമില്ല, വാളെടുത്തിട്ട് ആരെയും വെട്ടി. അത് ശരി. അങ്ങനെ സംഭവം ഉണ്ട്. ഞാൻ പേരൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല മോശമാണോ. അപ്പൊ കലാകാരന്മാർ നമ്മൾ വിചാരിക്കുന്നത് ലോക നന്മയ്ക്കും സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ഒക്കെ വേണ്ടി നിലയുറപ്പിക്കുവരുന്നവരായിരിക്കും. അതിനാണല്ലോ പ്രധാനമായും നമ്മൾ കല എന്ന ഒരു മീഡിയത്തെ ഉപയോഗിക്കുന്നത്, മനുഷ്യന്റെ ഒരു പുരോഗതിക്കും ഐക്യത്തിനും സ്നേഹത്തിനും ഒക്കെ. അപ്പൊ അവിടെ പക്ഷേ ഇത്തരം ആളുകളല്ല, നെഗറ്റീവ് മൈൻഡുള്ള ആളുകളും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ആ സിനിമകളൊക്കെ 8 നില പൊട്ടി സാറേ. അത് വേറൊരു കാര്യം. ഇത് ഇങ്ങനെയല്ലേ, ഇതല്ലേ അവിടെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഡയറക്ഷൻ. അങ്ങനെ പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതിനെപ്പറ്റി പറയാം. ഇത് ഓലപ്പാമ്പല്ല രാജവെമ്പാലയാണെന്ന് തെളിയിക്കാൻ പോലീസ് സഹായിക്കണം. ഈ പോലീസിന്റെ പരാജയം നമ്മളൊക്കെ ആഘോഷിക്കുന്നത് എനിക്ക് തോന്നുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, പക്ഷേ അവര് പരാജയപ്പെട്ട സമൂഹം പരാജയപ്പെട്ടു, നമ്മളൊക്കെ പരാജയപ്പെട്ടു. നമ്മുടെ സുരക്ഷിതത്വം കിടക്കുന്നത് പട്ടാളത്തിന് മുമ്പിലൊക്കെയാണ്. അത് ഇതാണ്. പിന്നെ ഇവർ ഷൈൻ ടോം രക്ഷപ്പെട്ടാലും ഒരു 3-ാം കണ്ണ് ദൈവത്തിന്റെ ഉണ്ട്, അതിൽ കുടുങ്ങാതിരിക്കില്ല, അത് ഉറപ്പാണത്. ഈ പോലീസ് എന്തായാലും ഇവരുടെ പുകമുറ മുഖംമൂടിയൊക്കെ വലിച്ച് പുറത്തിട്ടു. അത് അസലായി എന്തായാലും. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ശ്രീ മോഹൻദാസ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. നവമി ദിനേശിനും ഒപ്പം നമ്മുടെ ഡാനി പോളിനും അദ്ദേഹം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. മികച്ച റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സുനിൽകുമാർ എനിക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ട്. സുനിൽകുമാർ നമസ്കാരം പറയുന്നുണ്ട്. നമസ്കാരം സുനിൽകുമാർ. ഓക്കെ, സുനിമോൾ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടും, ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന് പറയുന്നു. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസിലും എക്സൈസിലും ഒരു ജോലി സർക്കാർ കൊടുത്തില്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും കണ്ടുപിടിക്കാൻ സഹായിച്ചേരെ എന്ന് ജയകുമാർ പറയുന്നത്. അത് തമാശയാണെങ്കിലും ഒരു കാര്യമാണ് കേട്ടോ. സാധാരണ പോലീസ് ഉപയോഗിക്കാറുണ്ട് ഇത്തരം ആളുകളെ, അവരെ ഇൻഫോർമേഷനായും സോഴ്സുകളായും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളെ കൃത്യമായി ചോദ്യം ചെയ്താൽ ഇതാരാണ് നൽകിയതെന്നും ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നും കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പക്ഷേ അവരെ അന്വേഷിച്ച് പോയി പിടിക്കുന്നതൊക്കെ കുറച്ചൊരു സാഹസികമായ കാര്യമായിരിക്കാം. എങ്കിലും അതിനൊക്കെ ഉള്ളൊരു ശ്രമം അന്തർ സംസ്ഥാന തലത്തിൽ ഉണ്ടായേ മതിയാകൂ. കാരണം കേരളത്തെയും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയും രക്ഷിക്കാൻ മറ്റു മാർഗമില്ല. ജയകുമാർ നമസ്കാരം പറയുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് അതാണ് എക്സൈസിൽ ജോലി കൊടുക്കണമെന്നാണ് പറയുന്നത്. ജോസഫ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജനങ്ങളെയും പത്രക്കാരെയും പറ്റിച്ച് പോലീസ് ഒരു നാടകം കളിച്ചെന്നാണ് പറയുന്നത്. അത് ഒരു പക്ഷേ ഈ പുറകിലൂടെ കടത്തിക്കൊണ്ടുപോയതിൻ്റെയൊക്കെ ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇത്തരം പ്രതികൾക്കൊക്കെ വലിയ അവിടെ ആൾക്കൂട്ടം വരുമെന്നൊക്കെ ഭയന്നായിരിക്കാം പോലീസ് അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ വേണമെങ്കിൽ അങ്ങനെ നാടകീയമായൊക്കെ കൊണ്ടുപോകുന്നതിലൊന്നും തെറ്റില്ല. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഷൈൻ ടോം ചാക്കോവിൻ്റെ ദൃശ്യങ്ങൾ കിട്ടാത്തതല്ല. പക്ഷേ ഇയാളെ കൃത്യമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് മുമ്പ് അത് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം അവിടെയും കൂടി പോലീസിന് ആ മിടുക്ക് ഇതുപോലെ കടത്തിക്കൊണ്ടുപോകുന്ന മിടുക്ക് കാണിക്കും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോഴ്സ് കണ്ടുപിടിച്ചാൽ ഇല്ലാതാക്കിയാൽ ഇതൊരു പരിഹാരമാകൂ. ഓക്കെ, എന്നോട് ഒരു പ്രാക്ഷൻ സുനിൽകുമാർ പറയുകയാണ് പ്ലാസ്റ്റിക് കോഡ് ഉപയോഗിച്ചാൽ പിഴ ഈടാക്കുന്നു. പക്ഷേ ഇത് ഉണ്ടാക്കുന്നവരെ കണ്ടുപിടിക്കുന്നില്ല, പണത്തിന് മേൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ പാടില്ല, നമ്മുടെ നാട് അങ്ങനെ പോയാൽ പോരാ. കൃഷ്ണദാസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, കൃഷ്ണദാസ് എനിക്ക് തംസപ്പൊക്കെ ഇടുന്നുണ്ട്. യെസ്, വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരി ഒരു തവണ ഈ ഷൈൻ ടോം ചാക്കോയെ പോലീസ് പിടിച്ചാണ് 2015. കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ പാർട്ടിയാണ്. ഒപ്പം ആളുകളെയും പിടിച്ചു, മറ്റ് മോഡലുകളും നടികളും പോലുള്ളവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അന്വേഷണം കഴിഞ്ഞു. പക്ഷേ പ്രതികൾ കൂളായി ഇറങ്ങിപ്പോയി. ഇത് വീണ്ടും അങ്ങനെ പോകും എന്ന് കരുതാനുണ്ടോ ശ്രീ മുഹമ്മദ് മഞ്ചേരി? നമസ്കാരം സാറേ. നമസ്കാരം. വളരെ ചുരുങ്ങിയ വാക്കുകൾ. പിന്നെ ഏതായാലും ഈ സിനിമാ നടൻ വലിയ ഭാഗ്യവാനാ. കാരണം BGS വേദാന്ത ഹോട്ടലിന് 314 നമ്പർ മുറിയിൽ വളരെ വ്യക്തമായിട്ട് അടിക്ക് ചാടിയിട്ട് ഒരു തോലിറങ്ങാത്ത ആ മനുഷ്യൻ ഒക്കെ മുറിഞ്ഞാണെന്ന് അതൊന്നുമില്ലാതെ താഴത്ത് വന്നു. ഓനപ്പോ പോലീസും കൊണ്ടുപോയി. ഇപ്പൊ കള്ളും മറ്റേ ലഹരിയിലൊക്കെയാണെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചെങ്കൊക്കെ കണ്ടമാനം പണം കിട്ടിയിട്ടായി ഈ വിളയാട്ടം. അതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സ്വതന്ത്ര ചിന്തകൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. സ്വന്തം വീട്ടിലും ഇതൊക്കെ വരുമെന്ന് പോലീസിനും മനസ്സിലായി. അതാണ് ഇപ്പോൾ അവർ കുറച്ച് സീരിയസ് ആയതെന്ന്. അതൊരു പരിഹാസമാണെങ്കിലും അതിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ പല
നേതാക്കൾ അതുപോലെ പ്രധാനപ്പെട്ട ആളുകളുടെ വീടുകളിലേക്കൊക്കെ അവരുടെ കുട്ടികൾ പലപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അത്തരം കൂട്ടുകളിൽ ചെന്ന് ചാടുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇരകളാകുന്നതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നൊരു ഘട്ടത്തിൽ കൂടി ഇനി ഇത് നോക്കിയിരുന്നാൽ എല്ലാവരും അപകടത്തിലാകുമെന്ന് ഒരുപക്ഷെ പോലീസും ഭരണാധികാരികളും ഒരുപോലെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം. കാരണം ഇത് പലപ്പോഴും ഈ മയക്കുമരുന്ന് നമ്മളുടെ തേടി വരില്ല, എൻ്റെ മക്കൾ ഇത് ഉപയോഗിക്കില്ല, ഞാനിത് ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വാസം കണ്ടിരുന്നവരൊക്കെ ഭയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നതുകൊണ്ട് കൂടിയാകണം ഇപ്പോൾ വളരെ ശക്തമായ ഒരു നിലപാടെടുക്കും. സ്വതന്ത്ര ചിന്തകൻ എനിക്ക് ഒരു ഹൃദയമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് അയക്കുന്നു. സ്വതന്ത്ര ചിന്തകനും എൻ്റെ സ്വതന്ത്രമായ അഭിവാദ്യങ്ങൾ. ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോകേണ്ടതുണ്ട്. ഏതായാലും ഈ 2018 ആണ് ഈ അഡീഷണൽ സെഷൻസ് കോടതി പണ്ട് 2015 പിടികൂടിയ കേസിൻ്റെ വിചാരണ ആരംഭിച്ചത്. അന്ന് ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി വളരെ മുതിർന്ന അഭിഭാഷകരൊക്കെ രംഗത്തെത്തി. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാത്രി 12 മണിക്കന്ന് ഷൈൻ ടോം ചാക്കോയുടെ ഈ ഫ്ലാറ്റിലേക്ക് പോലീസ് എത്തുന്നത്. അവിടെ നിന്ന് മോഡലുകളായ മറ്റ് ആളുകൾക്കൊപ്പമാണ് അയാളെ പിടികൂടുന്നത്. പിന്നീടാണ് ഇത് മാറുകയും ചെയ്യുന്നത്. ഈ കേസ് ഒടുവിൽ വിട്ടുപോകുന്നു. ഇതിപ്പോൾ സമാനമായ രീതിയിൽ മറ്റൊരു മയക്കുമരുന്ന് ഇടപാടുകാരനെ അന്വേഷിച്ചാണ് പോലീസ് പോകുന്നത്. സിനിമയിൽ വലിയ സാഹസികനൊക്കെ ആയിട്ടുള്ള ഷൈൻ ടോം ചാക്കോ പക്ഷേ 4 ഡാൻസ് സ്റ്റാഫ് ഉദ്യോഗസ്ഥരെ കാണുമ്പോഴേക്കും ജീവനും കൊണ്ട് ഓടി എന്നാണ് ഇന്ന് മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ആ മൊഴികളും അത്ര വിശ്വസനീയമല്ല, പോലീസാണെന്ന് തിരിച്ചറിഞ്ഞ് ഓടിയതാണ് എന്ന് തന്നെയാണ് പോലീസ് വിചാരിക്കുന്നത്. ബാലൻ പറയുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു ഫോക്കസ് ഓൺ ഡിബേറ്റ് അജണ്ട ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ടൈം ഫോർ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നു. അത് അങ്ങനെയല്ല, നമ്മളിതൊരു ഡിബേറ്റ് അല്ല, നമ്മളിതൊരു കൂട്ടായ്മയാണ്. ഇവിടെ നമ്മൾ പൊതുകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ അടിത്തറയുള്ള കൂട്ടായ്മ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പേഴ്സണൽ കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നത്. അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു നമസ്കാരം എന്ന് പറയുന്നു. അരുന്ധതിക്കും എൻ്റെ നമസ്കാരം. ഏതായാലും ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് അയാളെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു പിൻവശത്തു കൂടി എന്നാണ് മനസ്സിലാകുന്നത്. സിന്ധു ചെർപ്പളശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സിന്ധു. രാജപ്പൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഞാൻ രാജപ്പൻ. രാജപ്പൻ. രാജപ്പൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് പാലപ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. വെരി ഗുഡ്. രാജപ്പന് എന്ത് തോന്നുന്നു ഈ സംഭവം? എനിക്ക് തോന്നുന്നത്, നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ട ആളാണ് ഈ ഷൈൻ എന്ന് പറയുന്ന ആള്. അതെ. അന്ന് പോലീസിന്റെ പിടിപ്പുകേട് കൊണ്ട് ആ കേസിൽ നിന്ന് ഊരിപ്പോയി, വളരെ സന്തോഷിച്ച് ശിക്ഷ ഇല്ലാതെ ഇറങ്ങിപ്പോയി. ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ഇപ്പൊ നൽകിയിരിക്കുന്ന മൊഴി ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഉപയോഗിക്കുന്നത് മെത്താഫിറ്റമിനും ആണ്, അതുപോലെ കഞ്ചാവുമാണ് ഉപയോഗിക്കുന്നത്. 1 വർഷം മുമ്പ് കൂത്താട്ടുകുളത്തെ കേന്ദ്രത്തിൽ ഇതിനെതിരെ പാവം ചികിത്സ തേടിയിരുന്നു എന്നൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ചികിത്സ തേടിയിട്ടൊന്നും വിജയിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഗുരുതരാവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയാണ്. ലഹരി എത്തിച്ച് നൽകുന്നത് സിനിമാ പ്രവർത്തകർ തന്നെയാണ്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമിയെ അറിയാമെന്നും മൊഴിയിൽ നൽകിയിട്ടുണ്ട്. അവരൊക്കെ പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വളരെ വളരെ കൃത്യമായി ഇപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ പറയുകയാണ്. രാജപ്പൻ തുടരാൻ താങ്കൾക്ക്. ഞാൻ ഈ വിവരങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വായിച്ചു. ഈ പ്രാവശ്യം പോലീസിന് പിഴവ് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ നേരെ ഇതിന്റെ വാതിൽക്കൽ കൂടെ കയറി ചെല്ലുന്നതാണ് പോലീസിന് വലിയ ഏറ്റവും തെറ്റ്. ആ ഹോട്ടൽ വളഞ്ഞിട്ട് വേണമായിരുന്നു അവിടെ പരിശോധന നടത്താൻ. അതുകൊണ്ടാണ് ഇയാള് 2ാം നിലയിൽ നിന്ന് ചാടി സ്വിമ്മിംഗ് പൂളിൽ കൂടെ ചാടി രക്ഷപ്പെട്ടു പോയത്. കഴിഞ്ഞ കേസ് പോലെ തന്നെ ഇതും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാടി ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അതേപോലെ ഇനി കേസിൽ വലിയ സമ്പന്നരായ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും നല്ല അഭിഭാഷകരൊക്കെ ഹാജരാകും. കേസിൻ്റെ നൂൽവഴികളും ഊടുവഴികളും ഒക്കെ അറിയാവുന്നവർ അയാളെ രക്ഷപ്പെടുത്തും എന്ന ആശങ്ക ശ്രീ രാജപ്പനുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഈ കേസിന്റെ നൂലാമാലയിൽ കൂടി അയാൾ രക്ഷപ്പെട്ടു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, ഏതായാലും നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. ജനങ്ങൾക്ക് ആ ഒരു ആശങ്ക അവിടെ എങ്ങനെ നിൽക്കുകയാണ്. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഏതായാലും എത്തിച്ചിട്ടുണ്ട്. താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് ഷൈൻ ടോം ചാക്കോ സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ കേസിൽ 1-ാം പ്രതി ഷൈൻ ടോം ചാക്കോ ആകും. 2 ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സെൻട്രൽ ACP സി ജയകുമാർ പറയുന്നത് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല, തിരിച്ച് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ഇനി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും. അപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയെ അറിയാമെന്ന് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചിരിക്കുന്നു.
അപ്പോഴത് വലിയൊരു കണ്ടെത്തലാണ്. ഇത്തരം സിനിമാ താരങ്ങൾക്ക് ഈ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ആളെ സംബന്ധിച്ചൊക്കെ ഒരു വിവരം പോലീസിന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അത് സംബന്ധിച്ചൊക്കെയുള്ള ചില തെളിവുകളും പോലീസിന് ഇനി കണ്ടെത്താൻ കഴിയും. മെത്താഫിറ്റമിനാണ് താൻ ഉപയോഗിക്കുന്നത്, കഞ്ചാവും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. അപ്പോൾ ബാലൻ പറയുന്നത് സോ ഹി നീഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷിജു ആ അഭിഭാഷകൻ്റെ പേരൊക്കെ ഇതിൽ എഴുതിയിടുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോന് വേണ്ടി ഹാജരായ ഞാനിപ്പോൾ ആ അഭിഭാഷകൻ്റെ പേര് എഴുതിയിടുന്നുണ്ട്. അത് അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന ഒരു ക്ലൈൻ്റാണ് ഷൈൻ ടോം ചാക്കോ. അപ്പോൾ അയാൾക്ക് നിയമത്തിൻ്റെ പറ്റാവുന്ന പരിരക്ഷയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് സ്വാഭാവികമായ ഒരു അഭിഭാഷകൻ്റെ ഉത്തരവാദിത്വമാണ്. ട്രയലിന് വരുമ്പോൾ തൻ്റെ കക്ഷിക്ക് പരമാവധി ശിക്ഷ കുറയുകയോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നത് സ്വാഭാവികം. യെസ്, അഭിഭാഷകരുടെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അഭിഭാഷകരെ ആ നിലയ്ക്ക് കുറ്റം പറയുന്നതിന് കാര്യമില്ല, അവരുടെ മിടുക്കാണ് അവർ തെളിയിക്കുന്നത്. അപ്പോൾ നല്ല അഭിഭാഷകരെ ഇപ്പുറത്ത് കൊണ്ടുവച്ചുകൊണ്ട് അതിനെതിരെ വാദിക്കാനും കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. പല സാഹചര്യങ്ങളും നമുക്ക് നല്ല അഭിഭാഷകർ ഹാജരാകുന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവാക്കുകയും സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നോട് ഷഹീസ് എന്നോടൊപ്പം ചേർന്നുണ്ട്. ഈ ഷൈനും ബാസിയും ഒക്കെ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. എന്നിട്ടും ഇവിടെ ഇൻ്റർവ്യൂസും സിനിമകളും നിറഞ്ഞു നിൽക്കുന്നു, ഭയക്കേണ്ട കാര്യം തന്നെ എന്ന് പറയുന്നു. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ചലച്ചിത്ര താരമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. നേരത്തെ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നമ്മുടെ ന്യൂസ് 18 അതിൻ്റെ ഒരു തെളിവുകൾ ആദ്യം പുറത്തുവിട്ടത്. ഞങ്ങളുടെ ആലപ്പുഴ ലേഖിക ശരണ്യ സ്നേഹജാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എങ്ങനെയാണ് വരുന്നതിനെ സംബന്ധിച്ച് അതിപ്പോൾ അങ്ങനെ ബോധ്യപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അന്ന് ഹോട്ടൽ ഇറങ്ങിയോടിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എടുക്കാൻ താങ്കളോട് അന്ന് വിളിച്ചപ്പോൾ റൺ കൊച്ചി റണ്ണിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓട്ടം എന്നായിരുന്നു അന്നത്തെ പ്രതികരണം. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ലപ്പോൾ കേബിൾ ടി വി കട്ട് ചെയ്തു. അപ്പം സാമ്പത്തിക കാരണം കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ന്യൂസൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇങ്ങനെയാണ്, ഇറങ്ങി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. അതിന് ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? ഓടേണ്ടത് നല്ലതല്ലെന്ന് ഞാൻ അല്ലേ? ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ പറയുന്നത് അദ്ദേഹത്തിന് വീട്ടിൽ കേബിൾ കണക്ഷൻ ഇല്ല, അടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് കേബിൾ ടി വിയൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് കാര്യവിവരങ്ങളൊന്നും അറിഞ്ഞില്ല. എന്തിനാണ് ഷൈൻ ടോം ഓടിയത് എന്ന് ചോദിച്ചപ്പോൾ ഓടുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. ഓടുന്നത് നല്ലതല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഏതുവരെ ഓടും എന്നിപ്പോൾ വ്യക്തമായി. പോലീസിന് വേണമെങ്കിൽ പിടിക്കാവുന്ന ദൂരത്തേക്ക് മാത്രമേ ഒരു കുറ്റവാളിക്ക് ഇപ്പോൾ ഓടാൻ കഴിയൂ എന്നൊരു പക്ഷേ സഹോദരന് മനസ്സിലായി കാണും. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ ഓടിയതിനെ ന്യായീകരിച്ചതിനെ സംബന്ധിച്ചാണ് പ്രതികരണങ്ങൾ നൽകുന്നത്. ഓടിയത് തെറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. വീട്ടിൽ കേബിൾ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഷൈൻ ടോം ചാക്കോയും ആദ്യം അങ്ങനെയാണ് പറഞ്ഞത്, താൻ ഏതോ ഗുണ്ടകളെ കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി ഓടിയതാണ് എന്നൊക്കെയാണ്. അപ്പോൾ സിനിമയിൽ വലിയ സാഹസികന്മാരായ നായകന്മാർ ആരെങ്കിലും വരുമ്പോഴേക്ക് ജീവനും കൊണ്ട് ഓടുന്നതിൻ്റെ രംഗമാണ് എന്നൊക്കെയുള്ള തരത്തിലാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നും ഓടിയതല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള കള്ളത്തരമാണ് കാര്യങ്ങൾ എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അതിൻ്റെ അന്വേഷണം ആ നിലയ്ക്ക് നീങ്ങുന്നു. പണം നൽകിയതിൻ്റെ ഇടപാടിൻ്റെ രേഖകളെല്ലാം പോലീസിന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായി ഇതിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൂടി പ്രതി ചേർത്ത് ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ജാമ്യം കിട്ടുന്ന വ്യവസ്ഥകൾ ആണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്റ്റേഷനിൽ നിന്ന് ജാമ്യമെടുക്കാം, പക്ഷേ 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഷൈൻ ടോം ചാക്കോ തന്നെ ഒരു വർഷം മുമ്പ് കൂത്താട്ടുകുളത്തെ ഒരു കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ചികിത്സയില്ലാതെ തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ജയിലിൽ വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഏതായാലും പോലീസ് അതല്ല, ഈ നിയമാനുസൃതമായി തന്നെ അയാൾക്ക് ജാമ്യം നൽകുന്ന വകുപ്പുകളാണ് ഉള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും
ജാമ്യം നൽകുക എന്ന നടപടിക്രമത്തിലേക്കാണ് കടക്കുന്നത്. മൈ സ്മോൾ പ്രൈസ് എന്ന ഒരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു സ്റ്റോപ്പ് ദി അവൈലബിലിറ്റി ഓഫ് ദീസ് തിങ്സ്, നോട്ട് ടു ഹർട്ട് ദി ഇഷ്യൂസ്. സപ്ലയേഴ്സ് ആർ ദി മെയിൻ കൾപ്രിറ്റ് എന്ന് മൈ സ്മോൾ പ്രൈസ് പറയുന്നു. ഓക്കെ, രാധാകൃഷ്ണൻ ചാത്തന്നൂർ. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഒരു തവണ ഈ ഷൈൻ ടോം ചാക്കോയെ പോലീസ് പിടിച്ചതാണ്. അന്ന് മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു. പോലീസിനെ എതിരെ രൂക്ഷ വിമർശനവുമായാണ് പിന്നെ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നത്. അപ്പോൾ പിടിക്കുമ്പോഴുള്ള ഈ ആവേശം പിന്നീട് അങ്ങോട്ട് പോലീസ് കാണിക്കാറുണ്ടോ എന്ന സംശയം നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത് കോടതിയുടെ മുമ്പിൽ കൃത്യമായി തെളിയിക്കാൻ വേണ്ട ഒരു ആർജവം ഇല്ലാതെ പോകുന്നു എന്ന പലപ്പോഴും സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ ഇത് പര്യവസാനിക്കുന്നു. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിന് എന്ത് തോന്നുന്നു? സിനിമാ മേഖലയിൽ ഇത് അവസാനിക്കുമോ ശ്രീ രാധാകൃഷ്ണൻ? ഇത് പച്ച പരമാർത്ഥമല്ലേ ശ്രീ മനു? താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഒരു കുറച്ച് നാൾ മുമ്പ് പീരീഡ് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്. കൊല്ലം ജില്ലയിലെ ഒരു പെൺകുട്ടി അടക്കമാണ് ഒരു റാക്കറ്റിനെ ഇവനോടൊപ്പം പിടിച്ചത് എന്ന് എനിക്കും താങ്കൾക്കും എല്ലാം അറിയാമല്ലോ. അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഈ പിന്നെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ചാടി ഓടിപ്പോയല്ലോ. ഈ ചാടി ഓടിപ്പോയത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കേരളത്തിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു, കേരളത്തിലെ പോലീസ് ഇന്റലിജൻസ് പോലീസാണ്. അവരിൽ സ്വാധീനം വന്നാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഇതിൽ പോലീസിൽ തന്നെ പിന്നെ എത്രത്തോളം ക്രിമിനലുകൾ ഉണ്ടെന്ന് മാധ്യമപ്രവർത്തകനായ താങ്കൾക്കും അറിയാം, പോലീസ് ഇന്റലിജൻസിനും അറിയാം നിലവിൽ കേരള പോലീസിൽ എത്രത്തോളം ക്രിമിനൽസ് ഉണ്ടെന്ന്. അപ്പം ഇത് കൃത്യമായിട്ട് ഇവന് ചോർത്തി കൊടുത്തതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ പിടിക്കാമായിരുന്നു. ഈ വിവരം പിടിക്കാൻ റെയ്ഡ് ഉണ്ടെന്ന് ചോർത്തി കൊടുത്തത് പോലീസിനകത്ത് തന്നെയുള്ള ആളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസിൽ ക്രിമിനൽസ് ഉണ്ടെന്ന് പോലീസും പറഞ്ഞിട്ടുണ്ട്, താങ്കൾ മാധ്യമ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഷൈൻ ടോം ചാക്കോ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, എന്താ തലകാല വിഭ്രാന്തിയിൽ എനിക്ക് ഗുണ്ടകളായിട്ട് തോന്നി. കറക്റ്റ് അയാൾ പറഞ്ഞത് സിനിമയായിട്ട് തോന്നിയതല്ല. ഞാനൊരു മോട്ടിവേഷനിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ മോട്ടിവേഷൻ കേട്ടതാണ്. ഈ ലഹരി ഉപയോഗിച്ചിരിക്കുന്ന ആൾക്ക് യാഥാർത്ഥ്യമല്ലാത്ത സ്വപ്നമായിട്ട് പലതും തോന്നും. ഷൈൻ ജീവിതത്തിൽ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞതാ, ഏതാണ് എനിക്ക് ഗുണ്ടകൾ വലുതായിട്ട് തോന്നി. അത് കറക്റ്റാണ്. ലഹരി ഉപയോഗിച്ച് നിൽക്കുന്നവന് യാഥാർത്ഥ്യമല്ലാതെ തോന്നും. ശരിയല്ലാത്ത കാര്യങ്ങൾ സാങ്കല്പികമായ ഒരു ലോകത്താണ് അയാൾ, അല്ലേ? അപ്പൊ സ്വാഭാവികമായി അതെ, തീർച്ചയായിട്ടും. മറ്റൊന്നും പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിൽ ഞാൻ പോലീസിനെയോ വക്കീലന്മാരെയോ കുറ്റം പറയുന്നില്ല. താങ്കൾ പറയുന്ന വക്കീലന്മാരുടെ പണിയാത്. പോലീസിന് IPC എഴുതി വെച്ചേക്കെന്ന് വെച്ചാൽ പോലീസിന് കേസെടുക്കാൻ പറ്റൂ, വക്കീലിനും കോടതിക്കും അതേ പറ്റൂ. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ഈ നമ്മളെ ഒരു കൂട്ടക്കൊലപാതകം തിരുവനന്തപുരത്ത് തുടങ്ങിയ അടക്കം കഴിഞ്ഞ 6 മാസമായിട്ട് ഡസൻ കണക്കിന് പേരെ ഇവിടെ തല്ലിക്കൊന്നു കഞ്ചാവ് ലോബികള്. ഇപ്പോൾ നമ്മൾ കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ, ഉടൻ നിയമം കൊണ്ടുവരും, വധശിക്ഷയ്ക്ക് സമാനമായ നിയമം കൊണ്ടുവരും, ജീവപര്യന്തത്തിന് സമാനമായ നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പരമോന്നത ജുഡീഷ്യറിയോ നമ്മുടെ നിയമമുണ്ടാക്കുന്ന പാർലമെന്റോ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും അധ്യക്ഷൻ നീങ്ങിയോ? ബഹുമാനപ്പെട്ട മനു, നിങ്ങൾ പറയണം. അപ്പൊ ഉത്തരവാദി വക്കീലന്മാരും പോലീസുകാരും അല്ല. ഉടനടി നിയമം മാറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ അതിനു വേണ്ടിയിട്ട് ഒരു നിയമവും കൊണ്ടുവന്നില്ല. വന്നിരുന്നെങ്കിൽ അവർ ഭയന്നേനെ. ഇപ്പൊ തന്നെ താങ്കൾ പറഞ്ഞല്ലോ, ഇവർക്ക് ജാമ്യം കിട്ടി, ഇപ്പൊ പുറത്തടങ്ങും. ഇനി ചെറുപ്പക്കാർ കംപ്ലീറ്റ് കുടിൽ വ്യവസായമായിട്ട് തുടങ്ങിയ ഇത് 2 ദിവസം അകത്ത് കിടന്നാൽ ഇറങ്ങാം. ഏറ്റവും ലാഭമുള്ള ബിസിനസ്സായി ഇത്. എന്ത് സന്ദേശമാണ് ഈ പാർലമെന്റ് ഉടൻ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എടുത്തോ പാർലമെന്റ് ആഭ്യന്തരമന്ത്രി? സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി നിയമം മാറ്റിയോ? ഇവിടെ അസംബ്ലിയും പാർലമെന്റും ഒക്കെ അല്ലേ നിയമം ഉണ്ടാവേണ്ടത്? എന്ത് നിയമം മാറ്റി? ഒരു നിയമം അവർ മാറ്റിയിട്ടില്ല. അപ്പോൾ അവരെ പോലീസിനെ കോടതിയെ കുറ്റം പറയാൻ നോക്കത്തില്ല. അവർക്ക് IPCയിൽ എഴുതി വെച്ചേക്കുന്ന നിയമപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന കാര്യമേ കീഴ്ക്കോടതികൾക്കും അല്ലെ പോലീസിനും ചെയ്യാൻ പറ്റൂ. ഈ നിയമം മാറ്റുന്ന സർക്കാരുകളാണ്. ഇവിടെ ഇനി നടക്കാൻ പോകുന്ന ഏതിനും ഉത്തരവാദി ഈ നമ്മുടെ സർക്കാരുകളാണ്. അത് കേന്ദ്രമായാലും കേരളമായാലും. അതിനിവിടുത്തെ സാധാരണ ചെറുപ്പക്കാർ ഉത്തരവാദികളല്ല. നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിച്ചില്ലെങ്കിൽ പൊതുജനം യഥാ രാജ തഥാ പ്രജ, അറിയാമല്ലോ. സർക്കാരുകൾ വിജിലന്റ് ആയില്ലെങ്കിൽ പ്രജകൾ മോശമാകും. അത് കുറ്റമല്ല. അത് കേന്ദ്ര സർക്കാരും ഇനിയെങ്കിലും സംസ്ഥാന സർക്കാരും 24 മണിക്കൂറിനകം പാർലമെന്റ് കൂടി പുതിയ നിയമം കൊണ്ടുവന്ന ഇവന്മാരെ ജന്മത്തിറങ്ങാത്ത രീതിയിൽ നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ മയക്കുമരുന്ന് നിർത്താൻ പറ്റൂ. അല്ലെന്ന് മനൂര് തോന്നുന്നുണ്ടോ? താങ്കൾ പറയൂ. അതെ, കറക്റ്റാണ്. അത് കർശന നടപടിയില്ല എന്ന് തോന്നുമ്പോൾ കുറ്റകൃത്യം ചെയ്യാനുള്ള താല്പര്യം പതുക്കെ കൂടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉത്തരവാദി വക്കീലിനെ പോലീസിനെ കുറ്റം പറയാൻ ഒക്കത്തില്ല. അവർക്ക് നിയമപുസ്തകം അനുസരിച്ച് ചെയ്യാൻ നോക്കൂ. ഇവിടെ നിയമം മാറ്റേണ്ടത് സർക്കാരുകളാണ്. സംസ്ഥാന സർക്കാരായാലും ശരി, കേന്ദ്ര സർക്കാരായാലും ശരി. യെസ്, അത് കറക്റ്റാണ്. കാരണം ഇതുപോലുള്ള ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിൻ്റെ നിരീക്ഷണം വളരെ കറക്റ്റാണ്. കാരണം ഇതിന് കുറെ കൂടി നിയമം കർശനമാക്കാനുണ്ട്. ഇത് നമ്മുടെ പുതിയ തലമുറയാണ് ബാധിക്കുന്നത്, വരാനിരിക്കുന്ന യുവത്വത്തെയാണ് ബാധിക്കുന്നത്, നാടിനെയാണ് ബാധിക്കുന്നത്, ഭയാനകമായ രീതിയിലാണ് ബാധിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ഇതിനെ ഇനി നമുക്ക് ഒരു തമാശയായി കണ്ട് മാറിക്കളയാൻ കഴിയില്ല. നവമി എന്നോടൊപ്പം ചേരുന്നുണ്ട്, പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ്, അല്ലേ നവമി? അവിടെ എന്ത് സംഭവിക്കുന്നു? ഷൈൻ ടോം ചാക്കോ ഉടനെ ഇറങ്ങുമെന്നാണോ മനസ്സിലാകുന്നത്? നവമി കേൾക്കാമോ? യെസ്, ഞാൻ നവമിയിലേക്ക് വരാം. എന്നോടൊപ്പം സെബാസ്റ്റ്യൻ ചെറുമേൽ ചേർന്നിട്ടുണ്ട്. ലോങ് ജമ്പ് റെക്കോർഡൊക്കെ ഷൈൻ ടോം ചാക്കോ ഭേദിച്ചത് എന്ന്
നവമി, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഷൈൻ ടോം ചാക്കോ ഉടനെ പുറത്തിറങ്ങുമെന്ന വിവരമാണോ ലഭിക്കുന്നത്? എന്താണ് അവിടെ നിന്ന് നൽകുന്ന സൂചന? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചു കടത്തി പോലീസ് ആശുപത്രിയുടെ പുറകിലൂടെ ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായത്? മനു, എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. കാരണം മാധ്യമങ്ങളുടെ ഒരു തിരക്ക് കാരണമാണ് പോലീസിന് ഇത്തരത്തിലൊരു നടപടി, ഷൈൻ ടോം ചാക്കോയെ ഒളിച്ചു കടത്തേണ്ട ഒരു സാഹചര്യം വന്നത്. കാരണം നമ്മൾ കണ്ടതാണ്, പോലീസ് സ്റ്റേഷനിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ മാധ്യമങ്ങൾ വളഞ്ഞതുകൊണ്ടാണ് പോലീസ് അത്തരത്തിലൊരു നടപടികളിലേക്ക് കടന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ആശുപത്രിയിലും കണ്ടത്. എന്തായാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാക്കിയിട്ടുണ്ട്. വൈദ്യപരിശോധന പൂർത്തിയായി. ഇനി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന നടപടിക്രമമായിരിക്കും പോലീസ് നടത്തുക. കാരണം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ലഹരി ഇടപാടിനായി പണം നൽകി, ഗൂഢാലോചന നടത്തി എന്നീ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഒന്നാം പ്രതിയാക്കിയാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇത് എത്ര സമയം ഇനി എടുക്കും ഇതിന്റെ ജാമ്യ നടപടികൾ പൂർത്തിയാക്കാൻ? മറ്റെന്തെങ്കിലും പോലീസ് ആവശ്യപ്പെടുന്നുണ്ടോ? സാധാരണ രണ്ടുപേര് വന്ന് ഒപ്പൊക്കെ ഇടണമല്ലോ, അതിനൊക്കെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ടോ? നേരത്തെ സഹോദരന്റെ പ്രതികരണമൊക്കെ കേട്ടു. സഹോദരൻ, അച്ഛനും അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അപ്പം അവരാണോ ഇദ്ദേഹത്തെ പുറത്തെടുക്കുന്നത്? എന്താണ് അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ എന്താണ്? ഷൈൻ ടോം ചാക്കോ വന്നത് തന്നെ ഒരു സിനിമാ പ്രവർത്തകൻ, സിനിമയിൽ ഉള്ള തന്റെ സഹപ്രവർത്തകരും മറ്റൊരു വ്യക്തിയും കൂടി ചേർന്നായിരുന്നു ഷൈൻ ടോം ചാക്കോ സ്റ്റേഷനിലെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ ആൾജാമ്യം എല്ലാം വേഗം പൂർത്തിയാക്കിയതിനു ശേഷം ഷൈൻ ടോം ചാക്കോയ്ക്ക് വൈകിട്ടോടുകൂടി തന്നെ, ഏകദേശം 6 മണിക്ക് മുൻപായി തന്നെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് കാലതാമസങ്ങളൊന്നും വേണ്ടിവരില്ല. വൈദ്യപരിശോധന എന്തായാലും പൂർത്തിയായിട്ടുണ്ട്. ഇനി ചെറിയ സാങ്കേതിക നടപടികൾ മാത്രമാണ് ബാക്കി. അതിനുശേഷം പുറത്തിറങ്ങാൻ കഴിയും. ഏതായാലും എനിക്ക് ഇനി ഷൈൻ ടോം ചാക്കോ പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സാധ്യതയില്ല വന്നപ്പോഴും, അല്ലേ? ഇനി പ്രതികരിക്കാൻ സാധ്യതയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ഷൈൻ ടോം ചാക്കോയുടെ പ്രതികരണം ഉടനെ ഒന്നും ലഭ്യമാകില്ല. ഇനി മറ്റേതെങ്കിലും തരത്തിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു പരിപാടികളിലും മറ്റും ആയിരിക്കും ഇതിൽ എന്താണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളത് എന്ന് അറിയുക. എന്തായാലും അതിലൊക്കെ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസിന് നൽകിയ മൊഴി പ്രകാരം താൻ ലഹരി ഉപയോഗിക്കുന്നു എന്ന് നേരത്തെ തന്നെ പോലീസിന് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകി. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഉപയോഗിക്കുന്നത് മെത്താഫെറ്റമിനും കഞ്ചാവും എന്ന മൊഴി കൂടി നൽകുന്നുണ്ട്. 1 വർഷം മുമ്പ് കൂത്താട്ടുകുളത്തെ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. ലഹരി എത്തിച്ചു നൽകുന്നത് സിനിമാ പ്രവർത്തകരാണെന്ന വിവരം കൂടി ഷൈൻ ടോം ചാക്കോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നവമിയിലേക്ക് മടങ്ങി വരാം. നവമിയുടെ റിപ്പോർട്ടിംഗ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ പൊതുവേദിയിലേക്ക് വിളിച്ച് അഭിപ്രായം പറയുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് നൽകേണ്ടതുണ്ട്. നവമിക്ക് ആശംസകളൊക്കെ ന്യൂസ് 18 പ്രേക്ഷകർ നൽകുകയാണ്. അപ്പോൾ അത് ഞാൻ നവമിയെ അറിയിക്കുകയാണ്. നവമി കേട്ട് കാണും എങ്കിലും കൂടി. ഓക്കെ, ഞാൻ മടങ്ങി വരാം. നവമി, അവിടെ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ശ്രീമതി ജയ കൊല്ലത്ത് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീമതി ജയ, കർശന നടപടി എന്ന് മനസ്സിലാക്കാമോ ശ്രീമതി ജയ? പോലീസ് സിനിമയിൽ മയക്കുമരുന്നിന്റെ ലോബിയുടെ കടന്നുകയറ്റം തടയിടുമോ? നമസ്കാരം മനു. നമസ്കാരം. ഇത് നൽകുന്ന സൂചന 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഇതൊക്കെ അങ്ങ് മാറും, ചൂട് മാറും, അതിനങ്ങ് ഇറങ്ങിപ്പോകും. ഇവര് അഭിനയിച്ച സിനിമകള് നമ്മൾ ഒഴിവാക്കണം. അതാണ് ഇവർക്ക് കൊടുക്കേണ്ടുന്ന ശിക്ഷ. അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ എക്സൈസിന്റെ ഭാഗത്തുനിന്നോ ഒന്നും ഒരു ശിക്ഷ ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് ഡെയിലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മറ്റു കുഞ്ഞുങ്ങള്, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവരൊക്കെ ഭയങ്കര ഹീറോയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിനിമാ ലോകത്തുനിന്ന് തന്നെ ഇവരെ മാറ്റി നിർത്തണം മനു. അതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ്. അക്വേറിയസ് എന്നൊരു പ്രേക്ഷകൻ എന്നോട് പറയുന്നത് ഈ കുടുംബങ്ങളെയൊക്കെ വേട്ടയാടുന്ന മാധ്യമ സാഡിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. കുടുംബത്തെ ഞങ്ങൾ വേട്ടയാടുന്നില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്രയത്നം, നമ്മളുടെ കുടുംബം പലപ്പോഴും അതിൻ്റെ നമുക്ക് കിട്ടുന്ന അംഗീകാരം കുടുംബത്തിന് കിട്ടുന്ന അംഗീകാരമാണ്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മോശം കാര്യം ചെയ്താൽ സ്വാഭാവികമായും നമ്മുടെ കുടുംബാംഗങ്ങളും അതിൻ്റെ ദുഃഖവും അതിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ നേരിടേണ്ടി വരും. ഇത് മനസ്സിലാക്കേണ്ടത് ഇത്തരം മയക്കുമരുന്ന് ലോബികളിലേക്ക് കടക്കുന്നവരാണ്. ഞാൻ ഒരു നേട്ടമുണ്ടാക്കിയാൽ അത്, അല്ലെങ്കിൽ എൻ്റെ മകനൊരു നേട്ടമുണ്ടാക്കിയാൽ, മകളൊരു നേട്ടമുണ്ടാക്കിയാൽ അത് എൻ്റെ കൂടി നേട്ടമായ അഭിമാനത്തോടെ പറയുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകളുടെ പാപഭാരം കൂടി ഞാനും ചുമക്കേണ്ടി വരും. അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളാരും അവർ പ്രതികളാണ് എന്ന അർത്ഥത്തിൽ പറയുന്നില്ല. പക്ഷേ സ്വാഭാവികമായും അവർ ചാടി ഓടുന്നതൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ
അത് ഒരു പക്ഷേ ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ ആയതിൻ്റെ കാരണം എന്ത് എന്നതിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അക്വേറിയസിന് ഒരു കാര്യമേ ഉള്ളൂ, നല്ലത് ചെയ്താൽ ആളുകൾ നല്ലത് പറയും, വൈകിയെങ്കിലും നല്ലത് പറയും. പക്ഷേ മയക്കുമരുന്ന് എന്നത് നാളെ അക്വേറിയസിനെയും അക്വേറിയസിൻ്റെ കുടുംബത്തെയും പിടികൂടാൻ കരുത്തുള്ള ഒരു വലിയ ഒക്ടോപ്പസാണ്, നീരാളിയാണെന്ന തിരിച്ചറിവുണ്ടായാൽ ഇതിനെതിരെ മാധ്യമങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന ദൗത്യമാണ് അക്വേറിയസും ചെയ്യേണ്ടത്. തോമസ് മാത്തൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പണത്തിന് മീതെ പരുന്ത് പറക്കില്ല മിസ്റ്റർ മനു എന്ന് പറയുന്നുണ്ട്. പണത്തിന് മീതെ നിയമമെന്ന പരുന്ത് പറക്കണം. തോമസ് മാത്തൻ ഇത് വെറും പ്രഹസനം മാത്രം, 2 ദിവസം മാത്രം പൊതുജനം ഇത്തരക്കാർക്ക് എതിരെ ശക്തമായി രംഗത്തു വരാതെ ഇത് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല എന്ന് തോമസ് മാത്തൻ പറയുന്നു. ഒക്കെ നവമിക്ക് ഒട്ടനവധി ആളുകൾ അനുമോദനങ്ങൾ അർപ്പിക്കുന്നുണ്ട്. ഷിജു കിരിയത്ത് ഒരു ശക്തമായ മസിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. നവമിയുടെ റിപ്പോർട്ടിംഗ് വളരെ ഗംഭീരമായിട്ടുണ്ട് എന്നാണ് ഷിജു കിരിയത്ത് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, യെസ്, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ശ്രീ സ്കറിയ ചെറുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് ശ്രീ സ്കറിയയ്ക്ക് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കുറേ നേരമായി നമ്മൾ കാണുകയാണ്. ശ്രീ സ്കറിയ, ഇയാൾ അറസ്റ്റിലാകും എന്ന് പറയുന്നു. ആദ്യം പോലീസ് വിളിപ്പിക്കുന്നു, താൻ ഓടിയതാണെന്ന് പറയുന്നു, ഓടിയത് ഗുണ്ടകളാണെന്ന് പറയുന്നു. 3 മണിക്കൂറിൻ്റെ ചോദ്യം ചെയ്യലിനൊടുവിൽ സത്യമൊക്കെ സമ്മതിക്കുന്നു. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയുന്നു, എന്താണ് ഉപയോഗിക്കുന്ന മരുന്നെന്ന് പറയുന്നു, ചികിത്സ തേടിയ കാര്യം പറയുന്നു, എല്ലാം പറയുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ശ്രീ സ്കറിയ കരുതുന്നത്? നമസ്കാരം മനു. നമസ്കാരം മനു, ഞാൻ പണ്ട് തുടങ്ങിയ ഈ വിഷയങ്ങൾ വരുമ്പോൾ പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. മനു ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് വെള്ളത്തിൽ വരച്ച രേഖ പോലെ ആവുള്ളൂ ലാസ്റ്റ് എന്ന് ഞാൻ പറയാറുണ്ട്. എപ്പോഴും വിളിക്കുമ്പോൾ എന്നോട് പറയുന്നത് ഇവന് മാത്രം എന്താണ് ഒരു പ്രത്യേകത മനു? കാരണം ഇവൻ ചാടി ഓടുന്നു. വേറെ പാവപ്പെട്ടവനാണെങ്കിൽ പോലീസ് ഇടിക്കുകയല്ലേ, വെള്ളം കുടിപ്പിക്കുകയല്ലേ, ഇവൻ ഓടുന്നു. ഇന്നലെ കാർന്നോറിന്റെ അടുത്ത് കൊണ്ടുപോയി എന്തൊരു മര്യാദ, എന്തൊരു എളിമയോടുകൂടിയാണ് ബെല്ലടിക്കുന്നു. ഈ ചാക്കോ ഇറങ്ങി വരുമ്പോൾ ക്ഷണിക്കുന്നു, കയറ്റി ഇരുത്തുന്നു. അത് കഴിഞ്ഞ് ആ വിഷനൊക്കെ ഞാൻ കണ്ടതാ. അപ്പൊ അതിനകത്ത് ഈ സിനിമാ ലോകത്ത് മാത്രമല്ല, അപ്പൊ ഈ പ്രമുഖന്മാർ, ഇതിനെ ഞാൻ പ്രമുഖനായിട്ട് ഒരിക്കലും കണക്കൂട്ട. ദിവ്യയെ പിടിച്ചു, ദിവ്യയെ പരിയമ്പുറത്തൂടെ കൊണ്ടുപോയി. ഈ ഉന്നതന്മാരെന്ന് പറയുന്നത് ഇവനെ ഇവന് കള്ളു കുടിച്ചോ കഞ്ചാവ് കുടിച്ചോ ഇവന്റെ സിനിമയൊന്നും ഞാൻ കാണുകയില്ല. അപ്പൊ ഈ ഉന്നതന്മാരെ പിടിക്കുമ്പോ പോലീസ് വളഞ്ഞു വഴിക്കും, മാധ്യമങ്ങളെ വെട്ടിച്ചും, അല്ലെ തലേ ഹെൽമെറ്റ് ഇട്ടും, അല്ലെങ്കിൽ പർദ്ദ ഇട്ടൊക്കെ കൊണ്ടുവന്ന ഒരു സംവിധാനമുണ്ട്. അതേസമയം പാവങ്ങളെ പിടിക്കുമ്പോ അവരെ മുന്നിൽ നിന്ന് പടം എടുത്താൽ പടം അയച്ചു തരുന്നു അല്ലേ? അല്ല മനു, കട്ട് ചെയ്യരുത്. എന്താന്ന് ചോദിച്ചാൽ ഇവർ ഈ പാവപ്പെട്ട ഒരുത്തൻ കൂലിപ്പണി എടുത്ത് വൈകുന്നേരം വരെ മരം ചുമന്നിട്ട് 1 ഗ്ലാസ് ബ്രാൻഡി പാത്ത് നിന്ന് കുടിച്ചാൽ ഇവിടുത്തെ പോലീസുകാർ അവരുടെ കിളിക്കുഞ്ഞി കുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ചാക്കോയെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഇതന്നെ. അപ്പൊ ഇതിനകത്ത് നല്ല വക്കീലിനെ ഏൽപ്പിക്കണം. ഇപ്പൊ 4-5 ആൾക്കാർ പറഞ്ഞു കിട്ടും നല്ല വക്കീൽ. നമ്മുടെ കേരളത്തിൽ തന്നെ മന്ത്രിയായിട്ടിരുന്ന നല്ല സാധനം ഷഡ്ഡി അങ്ങ് മാറ്റിയാൽ മതി. ചെറിയൊരു ഷഡ്ഡി എടുത്തിട്ട് ആ വക്കീലിനെ ഏൽപ്പിക്കണം. അപ്പൊ ഈ കേസ് പോകും. അതാണ് ഞാൻ പണ്ടേ പറയുന്നത്. ഈ വെള്ളത്തിൽ വരച്ച രേഖ പോലെയാവും ഇതൊക്കെ. ഈ ചാക്കോയ്ക്ക് എങ്ങനെ ഇപ്പൊ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നത്? അവൻ ഈ സാധനത്തിന് പൈസ മുടക്കിയിട്ടുള്ളെന്ന് പറയുന്നു. നിയമപരമായിട്ട് പൈസ മുടക്കുന്നവൻ കുറ്റക്കാരനല്ലേ? ഇവിടെ വലിയ ക്യാമ്പയിൻ നടക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നു ഈ മാസം ഏതാണ്ട് ഭയങ്കര എല്ലാരെയും കൂടെ കൂട്ടിയിട്ട് ഇവിടെ ഏതാണ്ടൊക്കെ ചെയ്ത് ഇത് മുഴുവൻ തൂത്തെറിഞ്ഞ് പഞ്ഞിയും കൊണ്ട് ഒപ്പിയെടുത്തോണ്ട് പോകുമെന്ന് പറയുന്നു. അപ്പൊ ഈ ചാക്കോയ്ക്ക് എന്നാ നിയമം വേറെയും പാവപ്പെട്ടവന് വേറെ നിയമമാണോ? ചാക്കോയെ ശരിക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഈ ഓടിയപ്പോൾ ഇവന്റെ കയ്യില് കോടിക്കണക്കിന് രൂപയുടെ കൊക്കൈനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അതാണ് ഓടിയത്. അപ്പൊ പോലീസിനുണ്ടൊരു പോലീസുകാര് കൃത്യമായിട്ടും ഇവന് വിവരം കൊടുത്തിട്ടാണ്. സിനിമയില് പുള്ളിക്ക് ഡൂപ്പ് വേണമല്ലോ ചാടണമെങ്കിൽ, അല്ലെ പണ്ടത്തെ സിനിമ ജയനെ പോലൊന്നും അല്ലല്ലോ. ഇവന്റെയൊക്കെ കോലം കണ്ടു. ഇവനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതിന് ഇവന്റെയൊക്കെ സിനിമ പോയി കാണുന്നവനും വേണം തൊഴിക്കാൻ. അപ്പൊ എനിക്ക് പറയാനുള്ള എന്റെ വികാരം കാരണം ഞാൻ പറയുന്ന പാവപ്പെട്ടവനൊരു നിയമം ഞാൻ പണ്ട് തുടങ്ങി പറയാറുണ്ട്, മനോ ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാവപ്പെട്ടവനൊരു നിയമം, MLA മാർക്കൊരു നിയമം, ജനപ്രതിനിധികൾക്ക് ഒരു നിയമം, സിനിമാ സംവിധായകന്മാർക്കൊരു നിയമം, അവർക്കെല്ലാം സംഘടനകളുണ്ട്. ഇവിടെ കർഷകൻ, അധ്വാനിക്കുന്ന കർഷകന്റെ സംഘടനയില്ല. ഏത് പാർട്ടിയിൽപ്പെട്ടവനാണ്? അതാണ് പറഞ്ഞത് കിളിക്കുഞ്ഞിരിക്കുന്നിടത്ത് കുത്തു കൊടുക്കും പറഞ്ഞു. കിളിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ കൂമ്പ് നോക്കി ഇരിക്കുന്നതാണ് കേട്ടോ മനു. കാരണം ഇവനെയൊന്നും ജാമ്യത്തിലല്ലേ വിടണ്ടേ? ഇവനെയൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്ന് അവിടെ പാറമടയുണ്ട്, അവിടെ പാറ പൊട്ടിക്കണം. ഇവന്റെയൊക്കെ സൂക്കേട് തീരും. എന്നിട്ട് അനിയൻ പറയാ അവരുടെ കേബിളില്ല, അവന് ഇല്ല, ഞാൻ മേടിച്ചു കൊടുക്കാം കേബിൾ TV. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. ഞാൻ വേറെയും പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ഷിജു എന്നോട് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഷൈനിൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്
എന്നൊക്കെയുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും സ്കറിയയ്ക്ക് ചെറുപുഴയിൽ നിന്നുള്ള സ്കറിയയ്ക്ക് ജലേഷ് ജോൺ ഒരു തംസപ്പൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മികച്ച ഒരു പ്രതികരണമാണ് നടത്തിയതാണ് ജയേഷ് ജോൺ പറയുന്നത്. ഓക്കെ, കൃഷ്ണൻകുട്ടി വിളിക്കുന്നത് മണിമലയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, കേൾക്കുന്നുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോ ഒരു ആദ്യമായല്ല ഇങ്ങനെ പ്രതിയാകുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കൈൻ കേസിലെ പ്രതിയാണ് ഷൈൻ ടോം ചാക്കോ. പക്ഷേ പുല്ലുപോലെ ഊരിപ്പോവുകയും ചെയ്തു. ഇതുപോലെ വീണ്ടും പുല്ലുപോലെ ഊരിപ്പോകും എന്ന് ഭയക്കേണ്ടതുണ്ടോ ശ്രീ കൃഷ്ണൻകുട്ടി? ഈ ഷൈൻ്റെ ആദ്യത്തെ കേസ് 2015 അതെ. അന്ന് ഭരിക്കുന്ന സർക്കാർ വേറെയായിരുന്നു. ഇന്ന് ഭരിക്കുന്ന സർക്കാർ വേറെയാണ്. 3 ആഴ്ച മുമ്പ് നമ്മുടെ ലോക്സഭയില് ബന്ധപ്പെട്ട മന്ത്രി ഒരു കണക്ക് പറഞ്ഞു. ഇന്ത്യയിലെ തുറമുഖങ്ങൾ വഴി 11,131 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചിട്ടുണ്ടെന്ന് 3 ആഴ്ച മുമ്പ് ലോക്സഭയിൽ പറഞ്ഞ കാര്യമാണ്. ഇത് വരുന്നത് എവിടെ നിന്നാണെന്ന് അപ്പൊ നമുക്ക് മനസ്സിലായി. വിദേശത്തു നിന്ന് വരുന്നു, നമ്മുടെ തുറമുഖങ്ങളിലൂടെ അത് ഇന്ത്യയിലേക്ക് പരക്കുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതില് കേരളത്തിലെ ഏതെങ്കിലും തുറമുഖത്തു നിന്ന് എന്തെങ്കിലും പിടിച്ചതായിട്ടൊരു വാർത്തയില്ല. ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ അദാനി പോർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി പിടിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് ഇങ്ങനെ കടന്ന് പല സ്ഥലങ്ങളും കടന്നാണ് ഈ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തില് ഒരു സംസ്ഥാനത്തെ പോലീസ് മാത്രം വിചാരിച്ചാൽ ഈ രാജ്യം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു ചെയിനിനെ മുറിക്കാൻ പറ്റില്ല. പോലീസിന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലീസ് കൃത്യമായി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. ഇതിപ്പോ ഇന്നലത്തെ നമ്മൾ ചർച്ച ചെയ്ത് തന്നെയായിരുന്നു. ഇന്നലത്തെ ചർച്ചയിൽ ആകെ ഒരു സംശയമുള്ളായിരുന്നു. നമ്മുടെ സിനിമയിലെ ഡയലോഗ് പോലെ മോഹൻലാൽ വരുമോ എന്ന് ചോദിച്ചതുപോലെ ഷൈനെ പിടിക്കുമോ, ഷൈൻ വലിയ ആളല്ലേ, വലിയ ആളുകളെ ഒഴിവാക്കി കൊടുക്കുന്ന ഒരു സ്വഭാവമല്ലേ നമ്മുടെ പോലീസിനും സർക്കാരിനും ഒക്കെ ഉള്ളത് എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലത്തെ ചർച്ച. അത് മാറിയിട്ട് ഇന്ന് ഷൈനെ പിടിച്ചു. ഇന്നലെ ആ ചർച്ചയ്ക്ക് ശേഷം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അയാളെ ഏതായാലും അറസ്റ്റിലായി. ഇനിയത്തെ കാര്യം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യുന്നവർ പലരും പറയുന്നത് അവർക്ക് അതിനെപ്പറ്റി നിയമത്തെ പറ്റി അറിയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അയാളെ കൊണ്ടുപോയി കണ്ണൂർ ജയിലിലിട്ട് പാറമട പൊട്ടിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞ ഒരാള്. അങ്ങനെ ഇതിനകത്തൊരു നിയമം ഇല്ലല്ലോ. അങ്ങനെ ചെയ്യാനായിട്ടൊരു നിയമം ഇതിനകത്തില്ല. ഇതിനുള്ള നിയമം അനുസരിച്ച് അയാളെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ പറഞ്ഞ വാർത്ത അനുസരിച്ച് അയാൾക്ക് ഇതിന് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് 1-2 വർഷത്തെ ശിക്ഷയാണ് അല്ലേ? കേൾക്കുന്നു. 1 വർഷത്തെ ശിക്ഷയാണ് മാക്സിമം കിട്ടാൻ. 1 വർഷത്തെ ശിക്ഷയാണ്. അപ്പൊ 1 വർഷത്തെ ശിക്ഷയ്ക്ക് ഞാൻ ചോദിക്കുന്നത് 1 വർഷത്തെ ശിക്ഷ മതിയോ? ഈ മെറ്റാഫിറ്റാമിൻ ഉപയോഗിക്കുന്നത് ഞാൻ ശ്രീ കൃഷ്ണൻകുട്ടി പറഞ്ഞൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയെക്കുറിച്ച് ഞാൻ ഓർത്ത് 2023 കൊച്ചിയിൽ ഏറ്റവും വലിയ 2500 കിലോ മയക്കുമരുന്നെത്തി. വിദേശത്തു നിന്നാണ് എത്തിയത്. അപ്പോൾ പോർട്ടുകൾ ഒന്നല്ല, പല പോർട്ടുകളിൽ വഴി ഇവിടെ അത് മെയ് 14 എത്തിയത്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയത്. മെയ് 14 എത്തിയത്. നാവികസേനയാണ് അത് പിടികൂടിയത്. 15,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് വന്നത്. അതിനെ തുടർന്നൊരു പാകിസ്ഥാനി അറസ്റ്റിലാകുകയും ചെയ്തു. അപ്പോൾ ഈ ഓപ്പറേഷൻ സമുദ്രഗുപ്ത എന്ന പേരിൽ അവിടെ പിന്നെ മയക്കുമരുന്ന് വിരുദ്ധ ഒരു എക്സസൈസിലൂടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മയക്കുമരുന്ന് രാജ്യത്തിന് ചുറ്റും ഇങ്ങനെ കപ്പലുകളിൽ വലം വിട്ട് വരുന്നു. അപ്പോൾ നമ്മളിതിപ്പോൾ ഏതെങ്കിലും ഒരു കേരളമല്ല, ഇങ്ങനെ സംസ്ഥാനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സംസ്ഥാനങ്ങളും കർശനമായ നിയമങ്ങളിലേക്ക് കടക്കണം. ഇത് നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമായി വരുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഈ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ ഈ കാര്യത്തിൽ കർശനമായ നടപടി എടുക്കാൻ പോലീസ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് നോക്കിക്കോളൂ, നമ്മുടെ കേരള പോലീസിന്റെ കൺവിഷൻ റേറ്റ് എന്ന് പറയുന്നത് CBI-യേക്കാളും എത്രയോ ഉയരത്തിലാണ്. അതറിയാമല്ലോ. പോലീസിന്റെ കൺവിഷൻ റേറ്റ്, കേരളത്തിലെ പോലീസിന്റെ ED-യുടെ കൺവിഷൻ റേറ്റ് 2% പോലും ഇല്ല. അങ്ങനെയുള്ള പോലീസാണ് കൈകാര്യം ചെയ്യുന്നത്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പോലീസ് കൂടുതലും പാവപ്പെട്ടവരുടെ കേസാണ് രജിസ്റ്റർ ചെയ്യുന്നതിൽ കൂടുതൽ പാവപ്പെട്ടവരാണ്. കേസുകളുടെ ശതമാനം എടുത്താൽ പാവപ്പെട്ടവരാണ്. CBI-യും ED-യും രജിസ്റ്റർ ചെയ്യുന്നത് ബഹുശത കോടീശ്വരന്മാരുടെ കേസുകളാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ബഹുശത കോടീശ്വരന്മാരുടെ കാര്യത്തിൽ ആർക്ക് കൂടുതൽ കൺവിക്ഷൻ റേറ്റ് ഉണ്ട് എന്നതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഷൈൻ ടോം ചാക്കോയിൻ്റെ പോലത്തെ കേസുകൾ വരുന്നത്. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചിട്ടില്ലെന്ന് 2015 പിടിച്ച സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. നടനുണ്ടായിരുന്ന ഫ്ലാറ്റ് തുറന്ന് താനാണെന്നും ആദ്യം അകത്തേക്ക് പ്രവേശിച്ചത് ആരാണെന്നും അന്വേഷണ സംഘത്തിന് ഓർമ്മയില്ല. എങ്ങനെയാണിത് പെട്ടെന്ന് മറന്നുപോയത് എന്നാണ് ഞാൻ നോക്കുന്നത്. കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡാണ് പിടിച്ചെടുത്തത്.
ഫോറൻസിക് സയൻസ് ലബോറട്ടറി ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച് പരിശോധന നടത്തിയില്ല. അപ്പോൾ ഈ കൺവിക്ഷൻ റേറ്റിൽ ഉയർന്നു നിൽക്കുന്ന പാവപ്പെട്ടവനെ പിടിക്കുമ്പോൾ കഞ്ചാവ് പൊതിഞ്ഞ് മുന്നിൽ വെച്ച് ഒരു മേശയ്ക്ക് മുന്നിലിരുന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരുന്ന പോലീസ് സമ്പന്നരുടെ കാര്യത്തിൽ ബാക്കിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ശ്രീ കൃഷ്ണൻകുട്ടി നമുക്ക് ഈ ഷൈൻ ടോം ചാക്കോ കൃത്യമായി ശിക്ഷിക്കപ്പെടും വീണ്ടും എന്ന് വിശ്വസിക്കാനാവുക? യെസ്, ഓക്കെ. ഏതായാലും ശ്രീ കൃഷ്ണൻകുട്ടിയുടെ ഇത് അവസാനിച്ച് നാളെയും വരും, നമുക്ക് ബാക്കി അദ്ദേഹം പറയും. ഏതായാലും ഇതിൽ ഒരു സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു സംസ്ഥാനം നല്ലതാണെന്ന് പറയാൻ ഞാനില്ല. കാരണം ഇത് എല്ലാ സംസ്ഥാനത്തിലേക്കും വരുന്നു. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് വിജയകുമാർ. യെസ്, ശ്രീ വിജയകുമാർ. ഹലോ. ശ്രീ വിജയകുമാർ ടി വിയിൽ നോക്കുന്നു, അതാണ് എനിക്ക്. നമസ്കാരം. പറയൂ, എന്താണ്? നമസ്കാരം. യെസ്, ബാക്കി പറയൂ. സാറേ, ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ മാത്രമല്ല രാജ്യത്തെ മൊത്തം കാർന്നു നിൽക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയം പരിഗണന നൽകാതെ ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ കർശനമായ നിയമപരമായി ഇതിനെ നേരിടണം. ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഒരു കാരണവശാലും സാധാരണ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ സിനിമാ മേഖല എന്നുള്ള പരിഗണന കൊടുക്കാതെ ഇയാൾ കൊടും കുറ്റവാളിയാണെന്നുള്ള നിലയിൽ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിന്റെ നടപടിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാത്ത. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും ഇതിൽ ഞാൻ പറയുന്ന കാര്യം, ഈ 2023 പിടിച്ച വലിയ കേരളത്തിൻ്റെ അറബിക്കടലിലെത്തിയ ഒരു വെസലിൽ നിന്ന് മെത്തഫിറ്റമിൻ പിടിച്ചല്ലോ, അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയതായിരുന്നെന്ന് അന്ന് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് എത്തിക്കുന്നത് ഇന്ത്യ, ശ്രീലങ്ക, മാലദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് എന്ന് പ്രധാനമായി പറയുന്നു. ഇറാൻ, അതുപോലെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് വരുന്ന. ഡെത്ത് ക്രസൻറ്റ് ഓർ ഗോൾഡൻ ക്രസൻറ്റ് എന്നൊക്കെ പേരിൽ വരുന്നു. അന്ന് 135 ചാക്ക് മെത്തഫിറ്റമിനാണ് പിടിച്ചെടുത്തത്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികളാണ്. അത് 3200 കിലോ, 500 കിലോ ഹെറോയിൻ, 529 കിലോ ഹാഷിഷ്. ഇതൊക്കെ ഈ ഓപ്പറേഷൻ സമുദ്രഗുപ്ത അന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേരള തീരത്തെത്തുകയും നമ്മുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൗരന്മാർക്കിടയിലേക്ക് ഇത് വരികയും കുട്ടികളിലേക്ക് ഇത് പടരുകയും ഒക്കെ ചെയ്തേനെ. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് ജയകുമാർ. നമസ്കാരം. ശ്രീ ജയകുമാറിന് എന്ത് തോന്നുന്നു, ഈ മയക്കുമരുന്നിന് അവസാനം കുറിക്കാൻ ഇതുപോലുള്ള നടപടികൾക്ക് കഴിയുമോ? സാർ തന്നെ ഇതിനു മുമ്പ് ഈ ചർച്ച നടത്തിയിരുന്നു സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ മകനെ സിനിമയോട്ട് കഥ സാറിനോട് പിന്നെ പോണ്ടെന്ന് പറഞ്ഞു. സാർ പറഞ്ഞു ഒരു കലാകാരനെ പിടിച്ച് വീട്ടിൽ ഇരുത്തണ്ടെന്ന് പറഞ്ഞു. അതെ, ഞാൻ അന്ന് പറഞ്ഞു ഒരു കലാകാരനെ പേടിച്ച് അങ്ങനെ വീട്ടിലിരുത്തരുത്, അദ്ദേഹം ഇതിലൊന്നും പെടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അങ്ങേക്ക് തോന്നുന്നുണ്ട് അത് പിടിച്ചിരുത്തിയത് നന്നായി എന്നല്ലേ? നന്നായി സാറേ. ഈ ഇത് മാത്രമല്ലല്ലോ, ഈ ഇദ്ദേഹം മാത്രമല്ലല്ലോ, ഈ വനിതകൾ ഉൾപ്പെടെ 3-4 പേരെ ഈ അടുത്തിടയ്ക്ക് പിടിച്ചില്ലേ സാറേ? ഈ വനിതകൾ ഉൾപ്പെടെ ചോദ്യം ചെയ്തില്ലേ 3-4 പേരെ? അപ്പൊ ഈ എനിക്ക് പറയല്ലേ, 10 പ്രേക്ഷകൻ പറഞ്ഞു ആണ് ഇതിന്റെ കറക്റ്റ്. ഒരു ആളെ ഇതിനകത്ത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന പ്രേക്ഷകൻ പറഞ്ഞല്ലോ. ഇതേ അഭിപ്രായമാണ് ഞാൻ സാറിന്റെ അടുത്ത് മുമ്പ് പറഞ്ഞെടുത്തത്. ഏതായാലും ഇത് ശക്തമായ ഒരു നിയമം വേണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരാൻ, സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് ഇത്തരക്കാർക്ക് പോകാൻ അനുവദിച്ചുകൂടാ എന്നതാണ്. ഇപ്പോൾ മറ്റേ അലക്ഷ്യമായി വാഹനം ഓടിച്ചാൽ പോലും ഇപ്പോൾ കർശന നടപടി വരുന്നൊരു കാലത്താണ് ഇതുപോലെ അലക്ഷ്യമായി ജീവിക്കുന്ന മനുഷ്യർക്കെതിരെ ഒരു നടപടിയുമില്ലാതെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നു എന്ന നിയമമേ ഉള്ളൂ എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. യെസ്, ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് മടങ്ങി വരാം. നമുക്ക് ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ നവമിയിൽ നിന്നുമൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുന്നു. ഗ്ലാഡിയേറ്റർ ഈ പാകിസ്ഥാനിലെ നർക്കോട്ടിക്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഷിജു എന്നോട് പറയുന്നത് ഇദ്ദേഹത്തിന് പിടിച്ചിരുത്തി മൻ കി ബാത്ത് കേൾപ്പിക്കണമെന്നാണ്. അതും ഒരു വലിയ ശിക്ഷയാകുന്ന തരത്തിൽ പരിഹസിക്കുന്നുമുണ്ട്. ഏതായാലും അങ്ങനെയല്ല, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങളല്ല, അത് രാജ്യത്തെ നല്ല കാര്യങ്ങളാണ്, അത് കേൾക്കുന്നതുകൊണ്ട് തെറ്റില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകരിലേക്ക് വരേണ്ടതുണ്ട്.
ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്നാണ് ചേരുന്നത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ റഷീദ്, ഒരു തവണ കൂടി പൊടിയും തട്ടി ഇറങ്ങിപ്പോകുമോ കേരളത്തിൻ്റെ നിയമ സംവിധാനത്തെ ഇളിഭ്യരാക്കി ഈ ഷൈൻ ടോം ചാക്കോ? അതാണ് എനിക്കും പറയാനുള്ളത്. വളരെ ചെറിയ വകുപ്പുകൾ ചേർത്തിയാണ് അറസ്റ്റ്. അപ്പോ ഇതെന്ന് പറയുന്നത് ഒരു പാവം നടി അസ്വാഭാവികമായ പെരുമാറ്റം കണ്ടപ്പോൾ അവരിൽ നിന്നുള്ള ഒരു പരാതിയാണ് ഈ തരത്തിൽ നീങ്ങിയത്. നേരത്തെ അഡിഷൻ സെന്ററിൽ ചികിത്സ തേടി പോവുകയും അവിടുന്ന് ചാടി രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത ആളാണ് ഈ ഷൈൻ ടോം ചാക്കോ. അദ്ദേഹത്തിന്റെ ഫാദറാണ് അത് വെട്ടുമാറ്റി നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ലഘൂകരിച്ച് ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ആയിപ്പോയത്. ഈ ലഹരി പലപ്പോഴും സൂചിപ്പിച്ചതാണ് കുഞ്ഞുങ്ങളെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും സെലിബ്രിറ്റികളെയും അതേപോലെ തന്നെ ഉന്നത ശ്രേണിയിലുള്ളവരെയും അവർ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കണ്ണികൾ എവിടെയാണോ അവിടേക്ക് ചെന്നെത്താൻ അന്വേഷണ സംഘത്തിനും ഗവൺമെന്റിനും ഈ എല്ലാ ചാനലുകൾക്കും ഉത്തരവാദിത്വമുണ്ട്. അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവർ എവിടെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്, ആരെയൊക്കെയാണ് അവർ വലയിൽ വീഴ്ത്തിയിരിക്കുന്നത്, അവരുടെ ശേഖരം എവിടെയാണുള്ളത് എന്നൊക്കെ കണ്ടെത്താൻ അന്വേഷണ വകുപ്പിനും നിങ്ങൾക്കും ഒക്കെ ചെയ്യാൻ കഴിയും. നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ശൃംഖല എവിടെയൊക്കെ ഉണ്ട് അവിടങ്ങളിലൊക്കെ ആഴ്ന്നിറങ്ങി ഈ അടിവേരറുക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റും കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ചാനലുകാരും ശ്രമിക്കണമെന്നാണ് വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനും. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, നമ്മുടെ ചന്ദ്രൻ നായർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ചന്ദ്രൻ നായർ, ഈ മയക്കുമരുന്ന് നമ്മുടെ നാടിന് വലിയ ശാപമായി മാറിയിരിക്കുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ വലിയ വിഭാഗം ആളുകൾ ഇതിന് അടിമകളാകുന്നു. പെൺകുട്ടികൾ അടിമകളാകുന്നു, ആൺകുട്ടികൾ അടിമകളാകുന്നു. അത് നമ്മുടെ മുഴുവൻ രക്ഷിതാക്കളെയും ഭീതിയിലാഴ്ത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ആകെ കിട്ടാവുന്ന ശിക്ഷ. കൊണ്ടുപോയി ആശുപത്രിയിൽ ഒന്ന് പരിശോധിപ്പിച്ചു, ഇതാ വിട്ടയക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത് ആളുകളെ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ അതോ ഇത് ചെയ്താൽ കുഴപ്പമില്ല എന്നൊരു സന്ദേശം നാടിന് നൽകുമോ? സാർ, ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവരിൽ ഒരുവനായ ഞാൻ ഷൈൻ ടോം ചാക്കോയോട് ഒരു കാര്യം പറയുന്നു. അദ്ദേഹം കണ്ണികൾ വെളിപ്പെടുത്തി രാജ്യത്തോട് നീതി പുലർത്തണം. അതുവഴി കുറച്ച് ചെറുപ്പക്കാരെങ്കിലും രക്ഷപ്പെടും. ചിലപ്പോൾ മാപ്പ് സാക്ഷിയാകാനും സാധിക്കും. അദ്ദേഹം വെളിപ്പെടുത്തണം. ശ്രീ ചന്ദ്രൻ നായർ, നമ്മുടെ ഒരു വലിയൊരു പൊതുപ്രവർത്തകന്റെ മകൻ ഇതിൽ പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത് മകനെ ഉപദേശിച്ചു, നേർവഴിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് മുഴുവൻ വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചത് ആ വെളിപ്പെടുത്താൻ തയ്യാറായെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് ഈ നാട്ടിൽ അറസ്റ്റ് നടപടികളിൽ കോലാഹലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ്. പക്ഷേ ആ യുവാവ് പറയാൻ തയ്യാറായിട്ടും അത് കേൾക്കാൻ ഇവിടെ ആരും ഉണ്ടായില്ലയോ എന്ന സംശയം. എന്ത് ചെയ്യും സാർ? ഇങ്ങനെ പോവുള്ളൂ, നമ്മളെ രാജ്യം ഇങ്ങനെ പോവുള്ളൂ. നമ്മളെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അധികാരികളും തയ്യാറല്ലെന്നുണ്ടെങ്കിൽ വേറെ മാർഗമില്ല സാർ. അപ്പോൾ ഇനി എന്താണ് വഴി? അപ്പോൾ ഇയാൾ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ നിസ്സംഗരായി നോക്കി നിൽക്കാൻ മാത്രമേ വിധിച്ചിട്ടുള്ളൂ എന്ന അർത്ഥത്തിലാണോ വേണ്ടത്, അതോ ഇതിനെതിരെ? സാർ, അവരവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവരവർ ശ്രമിക്കുക എന്നല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. അത് സാറിന്റെ ചോദ്യത്തിന് മറുപടി അതാണ് സാർ. അവരവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലാതെ വേറെ ഒരു. യെസ്, വ്യക്തമാണ്. ചന്ദ്രൻ നായരുടെ പ്രതികരണത്തിന് ആളുകൾ പിന്തുണയൊക്കെ അർപ്പിക്കുന്നുണ്ട്. ഷിജു പറയുന്നു യൂസ് സെഡ് ഇറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ചന്ദ്രൻ നായർക്ക് പിന്തുണ കിട്ടി എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഈ ഷൈൻ ടോം ചാക്കോവിന് ആരോ മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തു എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ എത്തിച്ചു കൊടുത്ത ആളെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഷൈൻ ഒരു സജീറുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നത് കണ്ടെത്തി. പിന്നീട് ഇറങ്ങി ഓടിയ ദിവസം ഷജീറിന് 20,000 രൂപ നൽകിയിട്ടുണ്ട്. ആ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ഷൈൻ പറയുമ്പോൾ 20,000 രൂപ എന്തിനാണ് കൊടുത്തത് എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. ആ 20,000 രൂപ കൊണ്ട് വാങ്ങിച്ച സാധനം എവിടെ എന്ന ചോദ്യവും ഉയരുകയാണ്. കേബിൾ ടിവിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കട്ട് ചെയ്തൊരു വീട്ടിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയാണ് 20,000 രൂപ കൊടുത്തത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. കണ്ണൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കണ്ണൻ, നിയമങ്ങളുടെ കർശനമായ ശിക്ഷകളുടെ അപര്യാപ്തതയാണോ ഈ കുറ്റകൃത്യം ചെയ്യാൻ ആളുകളെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത്?
സാറേ, ആദ്യമായിട്ട് പറയാനുള്ളത്, ഇപ്പം ഓരോ മേഖലയിലും പിന്നെ ഇപ്പോൾ വേല ചെയ്ത് ആണ് ജീവിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് പറയുന്നത് പോലെ ഇപ്പം വക്കീലന്മാര് അവരുടെ ജോലി ഇതാണ്. പക്ഷെ അത് സത്യസന്ധമായിരിക്കണം സാറ്. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ അമ്മ കൈകൂപ്പി കരഞ്ഞു അപേക്ഷിച്ചെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ അമ്മയെ പോലെ ഈ മയക്കുമരുന്നിൽ പെടുന്ന അനേകം കുട്ടികളുണ്ട്. അനേകം അവരുടെ ലക്ഷക്കണക്കിന് അമ്മമാരുടെയും ഈ രാജ്യസ്നേഹികളുടെയും കണ്ണീരിൽ ഈ ഇവന്മാരെല്ലാം സാമ്പത്തികം മേടിച്ച് കൂട്ടുനിൽക്കുന്ന അവന്മാരെല്ലാം ഒഴുകിപ്പോവും. ഈ രാജ്യസ്നേഹികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു ആഞ്ഞ് ഒരു പോലെ കഴിഞ്ഞാൽ വ്യക്തമാണ്. എനിക്ക് സമയം അതിക്രമിച്ചതുകൊണ്ടാണ് മധു പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീ മധു, സമയം അതിക്രമിച്ചു. ഏതായാലും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? മയക്കുമരുന്നിന് തടയിടാൻ കഴിയുമോ നമ്മുടെ സംവിധാനം? സാറേ, ഇന്ന് ഏപ്രിൽ 1 അല്ലേ? ഏപ്രിൽ 19 അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം സാറേ, നമ്മൾ ഈ 2025 ഏറ്റവും നല്ല കൊമേഡിയനുള്ള അവാർഡ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും സമയക്കുറവ് കൊണ്ടാണ് ഞാൻ മധുവിലേക്ക് പിന്നൊരു സംസാരിക്കാം. രാജിക്കുട്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടില്ല, ഇന്ന് വിളിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. ശ്രീ രാജിക്കുട്ടി തിരക്കുകളിലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും പൊതുവേദിയിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കാവുന്നതാണ്. ഇന്ന് വിളിച്ചിരിക്കുന്ന സന്തോഷം. ഈ മയക്കുമരുന്നിനെതിരെ ഉള്ള ഒരു പടപ്പുറപ്പാട് കേരളം നടത്തുമ്പോൾ ഇത് മതിയോ ശിക്ഷ? എനിക്ക് തോന്നുന്നു രാജിക്കുട്ടിയുമായുള്ള ടെലിഫോൺ സംഭാഷണം ഇതായിരിക്കുന്നു. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. ഞാൻ ചോദിച്ചത്, ഈ സിനിമാ രംഗത്തെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ഈ നടപടിക്രമങ്ങൾ കൊണ്ട് കഴിയുമോ എന്നാണ്. പക്ഷേ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് 25% ആളുകൾ മാത്രമാണ്. 75% ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന ചിത്രമാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, യെസ്, അതാണ്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ മയക്കുമരുന്നിനെതിരെ, ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി തന്നെ തുടരേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.